തലക്കാവേലിലാണുള്ളത്. എല്ലാവർക്കും നമസ്കാരം. തലക്കാവേലിൽ നമ്മൾ താമസിച്ച ആ ഹോം സ്റ്റേക്കാരൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് മുറികൾ. നമ്മൾ ഈ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് നമ്മുടെ റൂംസ് വരുന്നത്. നല്ല റൂമുകളാണ്. നമുക്ക് വന്നു കഴിഞ്ഞാൽ സേഫായിട്ട് ഫാമിലിയായിട്ടൊക്കെ താമസിക്കാൻ പറ്റിയ 4 മുറികൾ എൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോപ്പാണത് കാണുന്നത്. വിത്തൽ എന്നാണുള്ള പേര്. നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. ഇവിടെ ഒരുപാട് സുഗന്ധ ദ്രവ്യങ്ങളും ഒക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. വൈനുണ്ട്, ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ, ചോക്ലേറ്റ്സ് ഉണ്ട്, അതുപോലെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഫാമിലിയായിട്ട് ഇവിടെ ഒരു ചെറിയ ഷോപ്പിൽ കയറിയൊക്കെയാണ്. ജീരകം, പെരുംജീരകം, ഈന്തപ്പഴം, മഞ്ഞൾപ്പൊടി, അത് പാൽ വെച്ചിട്ട് കുടിക്കാം, കട്ടൻ കാപ്പി കുടിക്കാം, പാൽ ഷുഗർ ഇല്ലാതെ കുടിച്ചാൽ ഹാർട്ട് നല്ലത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകാം. പിന്നെ എല്ലാം ഒറിജിനൽ നല്ല പ്യുവറായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. വൈൻ പല വെറൈറ്റീസ് വൈൻ ഉണ്ട് ഇവിടെ. ഒരുപാട് വെറൈറ്റി, പല പല ഫ്ലേവറിലുള്ളത് ഒത്തിരി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്നുകൂടി ഈ അമ്പലത്തിനെ പറ്റിയൊക്കെ ഒന്നുകൂടി ചോദിക്കാം എന്തൊക്കെയാണ്. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ. പിടിച്ചോ. അപ്പോൾ കൈ പിടിച്ചോ, മൈക്കാണ്. അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിനെ പറ്റി ഒന്നുകൂടി താങ്കളൊന്ന് പറയണം. എന്താണ് ഇവിടുത്തെ വന്ന് കുളിച്ചാലുള്ള പ്രത്യേകത, എന്താണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ? ഇവിടെ തലക്കാവേരിക്ക് ആൾക്കാരെല്ലാം വന്നിട്ട് ഇത് മെയിൻ ഉഗമസ്ഥാന. ഇവിടെ തലക്കാവേരി ഇവിടെ ഉഗമസ്ഥാന. ഒക്ടോബർ 17 തീർത്ഥ ഉദ്ഭവമാവും. അന്ന് ഒരു 2 ലക്ഷം ആളുകൾ എല്ലാം ഇവിടെ വന്നിട്ട് തീർത്ഥ കുളിച്ചിട്ട് എല്ലാം പോകും. അങ്ങനെ മെയിൻ തലക്കാവേരിക്ക് വന്നവരെല്ലാം ഇവിടെ സ്റ്റേ ആക്കാനെല്ലാം ഹോം സ്റ്റേ എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ സ്പൈസസ് ഐറ്റംസുകളെല്ലാം കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ പ്ലാന്റേഷൻ ഐറ്റംസ്. പിന്നെ ഇവിടുത്തെ എല്ലാ മസാല ഐറ്റംസുകളെല്ലാം കിട്ടുന്നുണ്ട്. ഈ ക്ഷേത്രത്തെ പറ്റി ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുളിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കേട്ടേക്കണത് നമ്മുടെ കർമ്മങ്ങൾ കുറയും, പാപങ്ങളില്ലാതാവും, നമ്മളെ ഗ്രാച്ചാര ദോഷങ്ങളെല്ലാം പരിഹാരമായിട്ട് നല്ലതാവും. കുറേ ആളുകൾ വന്നിട്ട് ഇവിടെ എല്ലാം അവർ നനച്ച പോലെയാവും. അങ്ങനെയെല്ലാം ഉണ്ട്. എന്താ വെച്ചാൽ അവരെല്ലാം ഓർമ്മയാക്കിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒന്ന് ആവണം, ഇത്ര കഷ്ടമുണ്ട്, അതെല്ലാം പരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഈ കവരമ്മനെല്ലാം ആക്കിയത്. അങ്ങനെ കുറെ ആൾക്കെല്ലാം അത് ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അവർ എനിക്കും അനുഭവമുള്ളതാണ്. ഞാൻ മാസത്തിൽ ഒരിക്ക പോയിട്ട് കുളിച്ചിട്ട് പൂജ ആക്കിയിട്ട് ഒരു വരും. ഞാൻ പൂജാരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ താങ്കളെ അതേ പറഞ്ഞത്. യാറ് വന്നില്ലെങ്കിൽ നന്നായിട്ട് പറയും. അവര് മാസം സംക്രമണമൊക്കെ പോയിട്ട് കുളിച്ചിട്ട് ചോദിച്ചാൽ അവർ പറയൂ. നമ്മുടെ ക്ലയൻസ് വന്നപ്പോൾ താങ്കൾ വളരെ വന്നിട്ട് ഇവിടെ താങ്ങാനേ നല്ല സൗകര്യമുണ്ട്. ഹോം സ്റ്റേകളെല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അവരവിടെ താങ്കൾ തന്നെ കൊണ്ടുപോയിട്ട് ഇതാക്കിയല്ലേ? അവർ നാനേ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് അവിടെ ആക്കിയിട്ട് അവർ ഇതെല്ലാം. താങ്ക് യു. നമ്മൾ പറഞ്ഞിട്ട് അമ്മയും മോനും അന്ന് കഴിഞ്ഞ ആഴ്ച അവർക്ക് ഖുഷിയായാലും നമുക്ക് സന്തോഷം. അതെ. അപ്പൊ നമ്മുടെ ക്ലയൻസുകൾ ഇനിയും വരും. വീഡിയോ കാണുന്ന ആളുകൾ ഇനിയും താങ്കളുടെ ഹോം സ്റ്റേയിൽ ഒന്ന് താമസിക്കും. അപ്പൊ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒന്ന് എല്ലാ ഏർപ്പാടെല്ലാം ആക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കാനാണെങ്കിലും നമുക്ക് അടുത്തടുത്ത് അവിടെ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ഫസ്റ്റിലാക്കിയാൽ ഇവിടുന്ന് റെഡിയാക്കിയത് കുക്കെല്ലാം ഉണ്ട്. അവർ റെഡിയാക്കി നമ്മുടെ വീട്ടിൽ തന്നെ ആളുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ എന്തായാലും വളരെ നല്ല സൗകര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു ശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത്. പിന്നെ ഇവിടെ പ്ലാന്റേഷൻ ഉണ്ട്. പ്ലാന്റേഷനിലെല്ലാം കറങ്ങിട്ട് വരാം. ഇത് ഒരു 3 കിലോമീറ്റർ പ്ലാന്റേഷൻ കറങ്ങാനുണ്ട്. അതെ, അപ്പ് ആൻഡ് ഡൗൺ. അതെ. എന്താണ് അവിടെ ഉള്ളത്? ഇവിടെ കോഫി ഉണ്ട്, ഏല ഉണ്ട്, കുരുമുളക് ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സുകളെല്ലാം ഉണ്ട്. അങ്ങനെ അത് കാണാൻ പറ്റും. പിന്നെ ഹണി ഫാം ഉണ്ട്, ഹണി പാർക്ക്. അതെല്ലാം കാണാനുണ്ട്. അതെ, 3 കിലോമീറ്റർ ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ നിസർഗ മിട്ടത്തിലെല്ലാം നിങ്ങൾ കാണുന്നില്ല ബോക്സ്. നിങ്ങളുടെ അതെ, ഒരു 500 ബോക്സ് ഉണ്ട്. ഓ ശരി. അത് വേണമെങ്കിൽ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ആക്കാം. വീഡിയോ ഒന്ന് എടുക്കാം. ഓക്കെ. ഇതിന്റെ നേരെ താഴ്ത്ത് കാണണല്ലേ? അതെ,
അതെ പിന്നെ ഇവിടെ നോക്കി റോഡ് സൈഡിലല്ല ഉണ്ടല്ലേ അതെല്ലാം എല്ലാം നിങ്ങൾ തന്നെയാണ് ഞങ്ങളത് പിന്നെ ആ മുകളില് പ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ല ആ. ആ ബിൽഡിംഗ് നണ്ടത് അവിടെ ഹണി ഫാറം എല്ലാം ഓ അത് ശരി ശരി. അപ്പൊ ഇവിടുത്തെ ഒരു രാജാവാണ്. ഏതായാലും നമുക്ക് അതുകൂടെ ഒന്ന് വീഡിയോ പിടിക്കാം. ആ താഴെയുള്ള ഹണിയുടെ സംഭവം ഞാൻ കണ്ടായിരുന്നു. എപ്പനെ വേണമെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതൊന്ന് എടുക്കാം. ഓക്കെ സാർ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി ആൾക്കാർ വരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് താങ്കൾ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഓക്കെ സാർ. എല്ലാ ഹെൽപ്പ് ഓക്കെ ആക്കിയിട്ട് കൊടുക്കാം. താങ്ക് യു. ഓക്കെ സാർ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഹോം സ്റ്റേയുടെ ഓണറുടെ ചേട്ടൻ്റെ പ്ലാന്റേഷൻസിൻ്റെ പറ്റിയാണ് പുള്ളി പറയാൻ പോണത്. ഇതെന്താണ് ഈ കാപ്പി ചെടിയെ ഇത് നമുക്ക് പ്ലാന്റേഷൻ ഇതാക്കാന് പ്ലാന്റ് ആക്കാന് നടാനുള്ള ചെടികൾ അല്ലേ? നടാനുള്ള ചെടികൾ റെഡിയാക്കുന്നത്. അത് ഇന്ന് ഒക്ടോബർക്കാകുമ്പോൾ റെഡിയാവും. പിന്നെ ഇതെല്ലാം ഹണിബി ബോക്സുകൾ അതെല്ലാം ഇപ്പോൾ ഓൾറെഡി തേനുണ്ട്. നമുക്ക് അതിനെല്ലാം നമുക്ക് കാണിക്കാം. ഓ അപ്പോൾ ഇത് നമ്മൾ ചെടി റെഡിയാക്കിയിട്ട് ഇത് നമ്മൾ നടും അല്ലേ? തോട്ടത്തിൽ പ്ലാന്റേഷൻ ആക്കും. ഓ അപ്പോൾ അത് എത്ര നാൾ പിടിക്കും ഈ ചെടി വളർന്ന് വലുതായിട്ട്? ഇത് എന്ന് പറഞ്ഞൊരു നമ്മളെ റോബസ്റ്റ ആയെങ്കിൽ നമുക്കൊരു 3-4 കൊല്ലം വേണോ ക്രാപ്പ് വരാന്. 4 കൊല്ലം. പിന്നെ അറബിക്കായാൽ നമുക്ക് 2 കൊല്ലം ക്രാപ്പ് വരും. ഓ അത് നമുക്ക് ഇത് 10 അടിക്ക് നടും. ഈ നമ്മൾ അറബിക്ക 4 അടിക്ക് വെക്കും അതിന്റെ സെന്ററിൽ. അതെല്ലാം ഇതെല്ലാം ഹണിബി ബോക്സുകൾ നമുക്ക് അതിൽ കാണാം. അപ്പോൾ ഇത് ഈ കാണുന്നത് അപ്പുറത്തേക്കുള്ളത് എല്ലാം നമ്മളതേ പ്ലാന്റേഷൻ. അതിന്റെ താഴേക്കല്ലേ? താഴേക്ക് പ്ലാന്റേഷൻ. ഇതെല്ലാം ഇല ചെടി ഉണ്ട്, കോഫി പ്ലാന്റ് ഉണ്ട്, കോഫി ഉണ്ട്, പിന്നെ കുരുമുളക് ഉണ്ട്. ഓ ശരി. പിന്നെ ഫ്രൂട്ട്സുകൾ എല്ലാം ഉണ്ട്. ഓ അതെ. പിന്നെ ഇതെല്ലാം നമുക്ക് കാണാനൊക്കെ. ഇത് ഞങ്ങളുടെ വീട് അല്ലേ? ഇത് നമ്മളെ വീട്. ഇത് നമ്മളെ മേഡമിന്റെ ഗാർഡൻ. നല്ല ചെടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അതെ, ആന്തോറിയം. അങ്ങനെ ഒരുപാട് ആന്തോറിയം കളക്ഷൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. പല വെറൈറ്റി കളേഴ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സാർ ഇത് മസാല ഏലക്കി ഈ ബ്ലാക്ക് കാർഡമം വരുന്നല്ലേ? ഇത് ബ്ലാക്ക് കാർഡമം ഇലാച്ചി തൈ. ഏതാണ് ഇത്? ഈ നിൽക്കണല്ലേ? ഓ ശരി. ഇതിന്റെ സ്മെല്ല് നോക്കി സാർ. ഏലത്തിന്റെ സ്മെല്ല് നോക്കിയാൽ നമുക്കറിയാം. ശരി. അങ്ങനെയുണ്ട്. ഇത് എങ്ങനെയാണ് അതിന്റെ ഇത്? അത് അടിയിൽ വരും, കായ് പറയാനായിട്ടില്ല അതിന്റെ വരും. ശരി. നമ്മൾ ഈ പലവ് ഗിരീഷ് ബിരിയാണിയിലെല്ലാം ഇടും. ഓ ശരി, ബിരിയാണിയിലിടുന്നത്. ശരി. ഇതിനകത്തൊക്കെ ഹണി ഉണ്ട്, മറ്റേ എല്ലാത്തിലും അതിൽ നോക്കി അത് പോയിട്ട് വരുന്നത് കാണുന്നല്ല. അപ്പോൾ ഇത് അടച്ചു വെച്ചേക്കണ എന്താണ്? അപ്പോൾ ഇത് മയക്ക് ഇതാവുന്നത് വേണ്ടാന്ന് ഇവിടെ നമുക്ക് കാണിക്കാം. ഇത് ഓപ്പൺ ആക്കാം സാർ. താഴേലേക്ക് നമുക്ക് വാഴകളും എല്ലാ ചെടികളും. ഇത് നോക്കി ഗോവ, അത് പപ്പായ, അത് അവകട. അവകട. ഇത് ഓറഞ്ച്. ഓറഞ്ച് ഒക്കെ ഉണ്ടല്ലേ? പിന്നെ ഇത് ജാക്ക് പൊട്ടോ, ഇത് ചക്ക. ഇത് കറി വേവുന്ന ചപ്പു. ഇത് എന്താ നിങ്ങൾ കറിക്കുള്ള കറിവേപ്പില. ഇതല്ലേ നമ്മുടെ അത് കട. ഇത് ആൾക്കാർക്ക് നിൽക്കാൻ ലൈന്. ഏത്? അടിയിൽ അപ്പുറ ബിൽഡിങ്ങിൽ. ഓക്കെ. അങ്ങനെ സാർ ഇത് നമുക്ക് ഓപ്പൺ ആക്കാം. മയക്കാൻ പിടിക്കാം. ഇത് മഴക്കാലത്തിൽ മഴയെല്ലാം ഇതാവല്ലോ. ഓ കാണുന്ന നോക്കിയതല്ല തേനാക്കിയത്. അങ്ങനെ ഒന്നും കടിക്കില്ലേ? ഇത് ഫുൾ ആയപ്പിന്നെ ഇന്ന് വേറെ പെട്ടിയിൽ കാണിക്കാം. നമുക്ക് ഫുൾ കവറാക്കും. ഫുൾ മുകളിൽ വരും. അതെങ്ങനെ പിഴിഞ്ഞെടുക്കോ? ഇല്ല, ഇത് ഇന്ന് മെഷീനിലേക്കോ. ഇത് ഇങ്ങനെ തിരിക്കുമ്പോ മെഷീൻ ആ പോർസിലല്ല സെപ്പറേറ്റ് വരും, തൊടാനില്ല. അത് ശരി. അപ്പോൾ ഈ പ്രാണിനെല്ലാം കളഞ്ഞിട്ട് നമ്മളത് മെഷീനിലേക്ക് വെക്കും. എല്ലാം പോകും അല്ലേ? പിന്നെ കടിച്ചാൽ കുറച്ച് പുകയിടും ഇത്. ഓ ശരി. എന്തായാലും അത് വേറെ ഇനി തുറക്കണ്ട, അവരെ നമുക്ക് ശല്യപ്പെടുത്തണ്ട. കുഴപ്പമില്ല. അതിപ്പോൾ ജസ്റ്റ് നമുക്ക് മനസ്സിലായല്ലോ എന്താ സംഭവം എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ സംഭവം.
അതിൽ ഇന്നൊരു ഇതുണ്ട്. അപ്പോൾ ഇതിന് കഴിക്കാനുള്ള അത് അതൊക്കെ കഴിക്കാനായിട്ട് മരത്തിന്റെ പൂന്ന് തേൻ എടുത്തിട്ട് കളക്ട് ആകും. അതെ, എടുക്കുന്നത് നമ്മള് അല്ല നാച്ചുറലായിട്ട് നമ്മൾ അല്ലാണ്ട് വേറെ നമ്മളൊന്നും ഫുഡ് കൊടുക്കണല്ലേ? ഒന്നും ഫുഡ് അതൊക്കെ ഒന്നുമില്ല. കേരളത്തിൽ മാത്രമേ, ഇവിടെ ഒന്നുമില്ല. ഞങ്ങൾ അവിടെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ശർക്കര കലക്കിയൊക്കെ സക്കര വെള്ളം കൊടുക്കും വെക്കുന്നത്. അത് ഈ മഴക്കാലത്തിലേക്ക് തിന്നാനുണ്ടാവില്ല അല്ലേ? ആ, ഇവിടെ നമ്മളിവിടെ ഇഷ്ടം പോലെ പൂക്കൾ കിട്ടും അല്ലേ? ആ, കാട്ടിലേക്ക് പോയിട്ട് അവർ ഭക്ഷണം കഴിച്ചിട്ട് വരും അല്ലേ? അങ്ങനെ അതൊക്കെ ഇപ്പൊ അത് ഈ സ്റ്റോറേജ് ആക്കിട്ട് വെക്കുന്നത് അതൊക്കെ തിന്നാനേ. മഴക്കാലത്തിൽ പൂ കിട്ടുന്നില്ലല്ലോ. ഓ, മനസ്സിലായി. ഈ താഴെ ബോക്സ് ഉണ്ടല്ലോ, എനി ടൈം അതൊക്കെ തിന്നാനുള്ളതാ. ഓക്കെ. അപ്പൊ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് അതിലെല്ലാം നമ്മള് പ്ലാന്റേഷൻ ടർക്കിങ് ഉണ്ട്. ടർക്കിങ് പോയാൽ അവിടെ എല്ലാം ഇതുണ്ട്. അത് ഏലച്ചെടി. ഓ, താഴേക്ക് സ്ലോപ്പ് ആണല്ലേ? സ്ലോപ്പ് നോക്കി പോണം അല്ലേ? നടന്നിട്ട് പോണം. ഓക്കെ. എന്തായാലും ലില്ലിനൊക്കെ ഇത് താമര. ഓ, താമരയൊക്കെ ഞങ്ങളുടെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ട്. വേറെ കളർ ഉണ്ട്. ഇത് ഇത്രയും കളർ ഉണ്ടെന്ന് തോന്നുന്നു. അവരുടെ വീട്ടിലുണ്ട്, ബ്രദറിന്റെ വീട്ടിലുണ്ട് താമര. ഓക്കെ. അപ്പോൾ ഏതായാലും വേറെ കളർ ഉണ്ടോ? വേറെ കളർ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. ഇവിടുത്തെ ഇല്ലാതെ കളർ അവിടെ നിന്ന് കൊണ്ടുവന്നാൽ ഇവിടുത്തെ ഇല്ലാതെ ഇവിടുന്ന് എടുത്തിട്ട് പോകും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നോക്കാം. പറഞ്ഞത് അത് അവർ ബ്രദറിനോട് ചോദിക്കാൻ കേട്ടോ. ഇതെല്ലാം അവിടെ കുറേ കളേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണുള്ളതെന്നുള്ളത് ചോദിക്കാം.